ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം വചനം. മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുക, ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. ദൈവം എസെക്കിയേലിനെ തൻ്റെ വചനത്തിൻ്റെ കൃപയിൽ നിറച്ച് ജനത്തോട് സംസാരിക്കാൻ നിയോഗിക്കുമ്പോൾ ദൈവം പറയുന്ന ഒരു വചനമാണിത്. ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. ദൈവവചനത്തെ ഒരു വ്യക്തി എങ്ങനെ സ്വീകരിക്കണമെന്ന് ഈ വചനത്തിൽ നമ്മൾ കാണുകയാണ്. ഈശോ വിതക്കാന്റെ ഉപമയിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ വചനം സ്വീകരിച്ച വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച് ഈശോ വ്യാഖ്യാനിച്ചു തരുന്നുണ്ട്. എന്നാൽ ഇന്ന് കർത്താവ് ഈ വചനത്തെ എങ്ങനെ 100 മടങ്ങ് നിനക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് ഈശോ എസെക്കിയേലിനോട് പറയുന്നത് നമുക്ക് സ്വീകരിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് അനേകം വചനങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവരും വായിക്കുന്നവരുമാണ്. ഈശോ പറയുകയാണ്, ചെവി തുറന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹിതത്തെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സാണ്, അല്ലെങ്കിൽ അവനെ ലിസൺ ചെയ്യാനായിട്ടുള്ള ഒരു വ്യക്തിയെ ശ്രവിക്കണമെങ്കിൽ എന്നെ ഞാൻ നിർത്തിയാലേ എനിക്ക് ആ വ്യക്തിയെ ശ്രവിക്കാൻ പറ്റൂ. എപ്പോഴൊക്കെ ഞാൻ എന്നെ നിർത്തി അവനെ ശ്രവിക്കാൻ തയ്യാറാകുന്നു, അതുപോലെ എൻ്റെ ചിന്തകളെയും എൻ്റെ ആശയങ്ങളെയും എൻ്റെ വാക്കുകളെയും ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവനെ ലിസൺ ചെയ്യാൻ, ഹൃദയത്തിൽ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് വചനം 100 മടങ്ങ് ഫലമായി മാറുന്നത്. അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം.